നോക്കാം. ശരി, ആവട്ടെ. ശരി, കാണാം. താങ്ക് യു സാർ. നമസ്കാരം സർ. ഇരിക്കൂ ഷിബു. എന്തായി ഷിബു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം? ഏത് കാര്യം സാറേ? ബെസ്റ്റ്. എടോ, RS മേനോനെ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യം ഞാൻ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പുള്ളിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് നമ്മൾ തരക്കേടില്ലാതെ കവർ ചെയ്തിരുന്നല്ലോ. താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഷിബു അതങ്ങ് വിട്ടു. എന്നിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ പ്രസ് മീറ്റ് കവർ ചെയ്ത് പണി തീർത്തു. ഷിബുവിന് ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല അല്ലേ? എടോ, റമോൺ മക്സാസെ അവാർഡ് കിട്ടിയെന്നുള്ളത് മാത്രമല്ല RS മേനോന്റെ ഇമ്പോർട്ടൻസ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ് അദ്ദേഹം. അങ്ങയുടെ വർക്ക് എന്താണെന്ന് അറിയണമെങ്കിലേ മിനിമം ഗൂഗിളെങ്കിലും സെർച്ച് ചെയ്ത് നോക്കണം. കണ്ണിക്കണ്ട ഗജ ഫ്രോഡ് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും രഹസ്യ ജീവിതങ്ങൾ തപ്പി നടക്കുന്നതിനിടയിലെ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ? താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ വല്ല തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിലോ? ഞാൻ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം സർ.
ട്രൈ ചെയ്ത് നോക്കുമല്ല, നടത്തണം. ഫോണിൽ വിളിച്ച് അനുവാദം ചോദിക്കാനൊന്നും നിൽക്കണ്ട, നേരിട്ട് ചെല്ലണം. എന്ന് വെച്ച് ക്യാമറയും തൂക്കി പിടിച്ച് നേരെ ഇടിച്ചു കയറി അങ്ങ് ചെന്നേക്കരുത്. അങ്ങനെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് മയത്തിലൊന്ന് ഡീൽ ചെയ്യണം. ഓക്കെ സർ. ആ പിന്നെ കാര്യം നമ്മുടെ ചാനലിൻ്റെ പേര് ഇന്ത്യൻ ടെലഗ്രാഫ് എന്നൊക്കെയാണ്. പക്ഷേ RS മേനോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ BBC ആണെന്ന മട്ടിൽ വേണം ചെല്ലാൻ. മനസ്സിലായോ? ശരി സർ. ഓക്കെ. പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയവും. സാറിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് മാത്രമല്ല, ഈ പേഴ്സണൽ പ്രൊഫൈലും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അയ്യോ വേണ്ട, അത് വേണ്ട. എനിക്കതിലൊന്നും താല്പര്യമില്ല. ഇതുവരെ ആർക്കും ഞാൻ പേഴ്സണൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുമില്ല. ഇനിയും ആകാമല്ലോ. ഇത്തരം സ്പെഷ്യൽ ഒക്കേഷൻസിലല്ലേ സാറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മീഡിയയോട് ഷെയർ ചെയ്യാൻ. മാത്രമല്ല അടുത്ത ജനറേഷന് ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റുമാവും. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇവിടെ ഒരുവിധപ്പെട്ടവർക്കൊന്നും എന്നെ അറിയുക പോലുമില്ല. ഈ അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനെ പെട്ടുപോയതാണ്. മിസ്റ്റർ ഷിബു അല്ലേ? മിസ്റ്റർ ഷിബുവിനും എന്നെപ്പറ്റി അറിയില്ലായിരുന്നല്ലോ അല്ലേ? അത്യാവശ്യം ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ആരെങ്കിലും കാണാൻ പോവാറ്. പ്രത്യേകിച്ചും വാർത്താ പ്രാധാന്യമുള്ള ആൾക്കാരാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. VIP-കളെ കുറിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും തലയിൽ സ്റ്റോർ ചെയ്ത് നടക്കാൻ പറ്റില്ലല്ലോ സർ. VIP ആണെന്നുള്ള അവകാശവാദമൊന്നും ഞാൻ നടത്തിയിട്ടില്ലല്ലോ. പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബിൽ ചില ക്ലിപ്പുകളുണ്ട്, അതിലൊന്ന് രണ്ടെണ്ണം വൈറലുമാണ്. എസ്പെഷ്യലി പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെതിരെ സാറ് പൊട്ടിത്തെറിക്കുന്നൊരെണ്ണം. അങ്ങനെ പലതും ഇനിയും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടേക്കും. ഞാനൊരു ക്യാമറയ്ക്ക് മുന്നിലും അഭിനയിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ല. ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സൊമാലിയയിലെ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുന്ന സെലിബ്രിറ്റീസിനെയും ബ്യൂട്ടി ക്വീൻസിനെയും VVIP-കളെയുമാണ് മീഡിയയ്ക്ക് കൂടുതൽ പരിചയം. ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല സർ. വേണ്ട ഷിബു, ഇനി ഈ കാര്യം സംസാരിക്കണ്ട. ഇൻഫാക്റ്റ് ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നാട്ടിലേക്കാണ്. എൻ്റെ വിസിറ്റ് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഓ ഓക്കെ. മോന് വിശക്കുന്നുണ്ടോ? ഇല്ലച്ചാ. കുറച്ച് ഉറങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് പോയാ മതി. സാറേ, ഇത് ഞാനാ. ഇതാരാ? രാമൻ നായരോ? ഇത് എവിടുന്ന് വരുന്നു? അല്ല, ഞാനിങ്ങനെ. മനസ്സിലായി. എവിടെ ആയിരുന്നോ രാത്രി കിടപ്പ്? കുറെ കൂടുന്നുണ്ട് അഭ്യാസം. പ്രായമായ ഒരു മോളില്ലടോ തനിക്ക്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രാമൻ നായരെ. ഇന്ന് സ്കൂളുള്ളതല്ലേ. അതെങ്ങനാ? വീടുണ്ടെങ്കിലും ചാരായം കുടിച്ച് തോട്ടുവക്കിൽ കിടന്നാലല്ലേ തനിക്ക് ഉറക്കം വരൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ ചെല്ല് ചെല്ല്. അച്ഛാ, ഈ കഥകളിയിൽ ആണുങ്ങൾ തന്നെയാണോ പെണ്ണുങ്ങളുടെ വേഷം കിട്ടുന്നത്? പിന്നല്ലാതെ നല്ല സുന്ദരന്മാരായ ആണുങ്ങള് സുന്ദരികളായ പെണ്ണുങ്ങളായിട്ട് വരും. അടുത്ത പ്രാവശ്യം അച്ഛൻ അണിയറയിൽ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ മോനെ. എന്താ ചെയ്തരാ, കഥകൾ ഇഷ്ടമായോ? ആ. പക്ഷേ മുഴുവന് കാണാൻ നിന്നില്ല അല്ലേ? ഇല്ല. ഉറക്കം തൂങ്ങിയപ്പോ ഞാനിങ്ങ് കൊണ്ടുവന്നു. മോൻ ചായപ്പിൽ കയറി കുറച്ചു നേരം കിടന്നു, എന്നിട്ട് പോയാ മതി. അവിടെ പായും തലണ്ടേ മടക്കി ശരി വെച്ചിട്ട്. അച്ഛാ. സാറേ, എന്താ രാഘവ? അത് പിന്നെ കടയിലിപ്പോൾ കാര്യമായ വരുമാനമൊന്നുമില്ല. ഉച്ചയ്ക്ക് ഒരു 10-12 ഊണുള്ളത് കൊണ്ടാണ് കഷ്ടിച്ചങ്ങ് നടന്നു പോണത്. നാളെ ചന്തയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കരുതെന്നാണ് എനിക്ക്. പക്ഷെ കഷ്ടപ്പാടാ സാറേ, എല്ലാവർക്കും കഷ്ടപ്പാടാ. എന്തൊരു കാലമായത്. ഏറ്റുമാനൂരപ്പാ. ആദ്യത്തെ ചായ തന്നെ കടമായി ഇല്ലേ രാഘവ? എൻ്റെ സാറേ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചായ ഓടിച്ചാട്ടെ. ഇത് കച്ചവടമല്ലെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. രാഘവ, ഓ. ഈ ചായ ഞാൻ കുടിക്കാം. ഇനിയിപ്പോ ശമ്പളം കിട്ടാൻ 4 ദിവസം കൂടിയേ ഉള്ളൂ. അതുവരെ
എനിക്കിവിടുന്ന് പറ്റു വേണ്ട. എന്താ എൻ്റെ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറ് കാശ് തന്നില്ലേലും കുഴപ്പമില്ല, ഇവിടുന്നേ കഴിക്കാവൂ. അങ്ങനെയല്ല രാഘവ, ഒരു ദുരഭിമാനമാണെന്ന് വെച്ചോ. ചെറിയ ദുരഭിമാനം കൊണ്ടാടോ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. സാരമില്ല രാഘവ, ഞാൻ പറഞ്ഞതാ. താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ എത്തുമ്പം എന്തായാലും ഒരു 3 മണിയാവും. ശരി ശരി, ഓക്കെ. എൻ്റെ പൊന്നു പ്രമോദ് സാറേ, അയാൾ അമ്പനും വില്ലനും അടുക്കുന്നില്ല. ഒടുക്കത്തെ മസിൽ കൊടുത്തതാ. അത് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, എവിടെ ഇരുന്ന ഷിബു സ്മോൾ അടിക്കുന്നത്? വീട്ടിലോ അതോ പാർലോ? ഇവിടെ നമ്മുടെ ക്ലബിൽ. ഇനി നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താ സാർ? സാരമില്ല ഷിബു, ഞാനിത് വേറെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തോളാം. ഓക്കെ 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 സാർ, ഓക്കെ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷിബുവിനെ വിളിക്കും. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോഴേക്കും അടിച്ച് കിണ്ടിയായേക്കരുത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇയാൾ ഇനി എന്ത് കുരിശുമായിട്ടാണോ വരാൻ പോകുന്നത്? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, എവിടെ എത്തി? അതെയോ? ശരി. രമണി ചേച്ചി ദാ ഇപ്പം എത്തും. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. കൊച്ചേട്ടാ, ഊണ് കഴിച്ചായിരുന്നോ? കഴിച്ചു. പിന്നെ അന്നത്തെ ഫംഗ്ഷൻ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് കാപ്പി കുടിക്കാം അല്ലേ? ഞാനൊന്ന് ഇരിക്കട്ടെ. അന്നത്തെ ഫംഗ്ഷൻ വരുമെന്ന് ശശാങ്കൻ പ്രതീക്ഷിച്ചിരുന്നു. നോട്ടീസിൽ പേരും വെച്ചു. അയ്യോ, ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രാം വന്നു. അതുകൊണ്ടാ ശേഖരൻ ചേട്ടാ. നമുക്കൊരു 4-4:30 ഞാൻ പറഞ്ഞു. ശരി. നീ വരുന്നുണ്ടോ? വരാം. ശരി. ഉണ്ണിയെ വിളിക്കണോ കാർ എടുക്കാൻ? ഇന്ന് ഹോളിഡേ അല്ലേ, ട്രാഫിക് കുറവായിരിക്കും. ഞാൻ തന്നെ എടുത്തോളാം. നീ വാ. അതെ, എങ്ങനെയുണ്ട് പുതിയ ബ്ലോക്ക്? നമുക്കൊന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. നന്നായിട്ടുണ്ടല്ലോ. എത്രയും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട രാമകൃഷ്ണ മേനോൻ സാർ, അച്യുതൻ സാർ, മധുസൂദനക്കുറുപ്പ് സാർ, ദാക്ഷായണിയമ്മ ടീച്ചർ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, രാമകൃഷ്ണ മേനോൻ സാറിനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒന്നാം സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നിട്ട് വന്ന അത്യുത്കൃഷ്ടമായ അധ്യാപന ജീവിതത്തിൻ്റെ വഴികളിലെ ഒരു നാഴികക്കല്ലാണ് ഈ ബഹുമതി. അദ്ദേഹം ഈ വർഷം വിരമിക്കുകയാണ് എന്ന് നമുക്കറിയാം.
അധ്യാപന ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കിടയിൽ ഉണ്ടാകണമെന്ന് ഞാൻ മുൻകൂട്ടി അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്കാരം. ഇനി മേനോൻ സാറിൻ്റെ മറുപടി പ്രസംഗമാണ്. അതിനായി നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട എ.ഇ.ഒ. മത്തായി സാർ, അധ്യക്ഷൻ വാസുദേവൻ സാർ, മധുസൂദനക്കുറുപ്പ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോ അധ്യാപകനും ഏറ്റെടുക്കുന്നത് വളരെ ശ്രമകരമായ, ഒരുപാട് ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സൽക്കർമ്മമാണ്. മികച്ച അധ്യാപകൻ എന്ന ബഹുമതി ഒരാൾക്ക് നൽകപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ മോശക്കാരാണെന്നോ കഴിവ് കുറഞ്ഞവരാണെന്നോ അർത്ഥമാക്കേണ്ടതില്ല. എല്ലാ ബഹുമതികളും ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് നൽകപ്പെടുന്നത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ടാകാമെന്ന് മാത്രം. ഈ ബഹുമതി എൻ്റെ സഹപ്രവർത്തകർക്കും തലമുറകളായി ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ സമൃദ്ധമായി കൊടുക്കണമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. വാരിക്കോരി കൊടുക്കുന്ന അച്ഛനെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ ദാനം ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. കൊടുക്കുന്തോറുമേറിടും കൊണ്ടുപോകില്ല ചോരന്മാർ എന്നാണല്ലോ പറയുക. മരിക്കുന്നത് വരെ അതെങ്കിലും ഉണ്ടാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി മധുസൂദനക്കുറുപ്പ് സാറ് നമ്മളോട് 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. നമ്മുടെ 1-ാം സാറ് നമ്മുടെ ഈ വിദ്യാലയത്തിന് മാത്രമല്ല, ഈ നാടിൻ്റെ കൂടെ അഭിമാനമാണ്. പാവമായിരുന്നു എൻ്റെ അച്ഛൻ. ക്ഷയിച്ചുപോയ ഒരു തറവാട്ടിലെ മൂത്ത മകൻ. 2 പെങ്ങന്മാരുടെ വിവാഹം നടത്തിയപ്പോഴേക്കും അച്ഛൻ ശരിക്കും തകർന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്കുള്ള എൻ്റെ വരവ് അച്ഛനെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. ഓരോ വരവും അച്ഛന് സാമ്പത്തിക ബാധ്യതയും മനോവിഷമവും ഉണ്ടാക്കിയിരുന്നു. വീട്ടുചെലവുകൾ, എൻ്റെ ഫീസ്, അമ്മുമ്മയ്ക്ക് ശ്വാസമുട്ടലിന് മരുന്ന്, ബുദ്ധിമാന്യമുള്ള വാസന്തി ചേച്ചി വീട്ടിലും അയൽപ്പക്കത്തും കാണിക്കുന്ന അതിക്രമങ്ങൾ. അച്ഛൻ്റെ സങ്കടങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു, ഒപ്പം കടങ്ങളും. ശ്രീധര, ആ അച്ഛാ. അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല അച്ഛാ, കുഴമ്പ് മേടിക്കണമെന്ന് പറഞ്ഞയച്ചു. ഓ, വാസന്തി? വസന്തി ചേച്ചി ഇന്നലെ കിഴക്കേലെ കരുണാകരൻ്റെ വൈക്കോൽ തൂറ് കത്തിക്കാൻ തുടങ്ങി. ഏറ്റുമാനൂരപ്പാ. എന്നിട്ട്? അപ്പോഴേക്കും കരുണാകരൻ കണ്ടു. വേഗം വെള്ളമൊഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. ആ, വേഗം നടക്ക്, കുഴമ്പ് മേടിച്ചു തരാം. എന്നിട്ട് അതും കൊണ്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കോ. ഇന്നാ അന്തോണി. 1-ാം സാറേ, പള്ളിക്കൂടത്തിലെന്തോ പരിപാടി ഉണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞായിരുന്നു. ഞാനങ്ങ് കോട്ടയത്ത് പോയേക്കുമായിരുന്നു, അതാ വരാഞ്ഞേ. അതൊന്നും സാരമില്ല അന്തോണി, അതിനു മാത്രം കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ സുഗണ, തൻ്റെ മൂത്ത മകൻ എന്ത് പറയുന്നു? അവന് എൻ്റെ അനിയൻ്റെ ജോലിക്കട നിൽക്കുക ആലപ്പുഴയിലെ. അതെന്താ, അവൻ 6th പാസ്സായതല്ലേ, കോളേജിൽ അയക്കാൻ പാടില്ലേ? എൻ്റെ സാറേ, പഠിപ്പിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാ?
അങ്ങനെ പറയരുത് സുഗുണ. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. പഠിപ്പിക്കണം. താൻ കുറച്ച് കഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ പിന്നീട് അവൻ തന്നെ നന്ദിയോടെ ഓർക്കും. പഠിക്കാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല സുധാകരൻ. പഠിക്കാനൊക്കെ കൊള്ളാം. അടുത്ത വർഷം എന്തായാലും അവനെ കോട്ടയത്ത് കൊണ്ട് ചേർക്കണം കേട്ടോ. ആയിക്കോട്ടെ. ശ്രീരംകുട്ട, എങ്ങനെയുണ്ട് മോൻ്റെ പഠിത്തമൊക്കെ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഒന്നാം സാറിന്റെ മകൻ ഒന്നാമനായി പഠിക്കത്തില്ലയോ? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. ആ, അങ്ങനാ വേണ്ടത്. എനിക്കുണ്ട് ഈ പ്രായത്തിൽ ഒരെണ്ണം. 3 കൊല്ലം അടുപ്പിച്ച് തോറ്റപ്പോ പഠിത്തം അങ്ങ് നിർത്തി. ഇനിയിപ്പം കൊലത്തൊഴിൽ പഠിപ്പിക്കാം. സുഗുണ, കുട്ടികൾ പഠിക്കാൻ മിടുക്കരാകുന്നത് അച്ഛൻ്റെ അമ്മയുടെ കേമത്തം കൊണ്ടൊന്നും അല്ല. ചെത്തുകാരൻ്റെ മകൻ അതേ തൊഴിൽ ചെയ്യണമെന്നൊരു തോന്നൽ തനിക്കുമുണ്ട്. ആ മനോഭാവം തൻ്റെ പെരുമാറ്റത്തിലുണ്ട്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെ കുട്ടിക്ക് പഠിക്കാൻ തോന്നുക? ഒരിക്കൽ ഇതേ സ്ഥലത്തിരുന്ന് ഞാൻ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓ, തനിക്കതൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. എൻ്റെ പൊന്നു സാറേ, ജീവിക്കാനുള്ള കഷ്ടപ്പാടല്ലേ. അതിനിടയിൽ പിള്ളേരോട് സ്നേഹം കാണിക്കാൻ എവിടാ സമയം? അന്ത്യയാവുമ്പോൾ തുള്ളി മോന്തിയേച്ചങ്ങ് കിടന്നുറങ്ങും. മോന്തിയേച്ച് കിടന്നുറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. പെമ്പറന്നോത്തിയും പിള്ളേരെയും തല്ലുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അയരത്തുകാർക്ക് അതിൻ്റെ പാട്. ഞാൻ എൻ്റെ കാശ് കൊണ്ടാ മോന്തുന്നേ. അതിന് തനിക്കെന്നാ ചെയ്തം? ഒരു നേരസ്ഥം വന്നിരിക്കുന്നു. കിടന്ന് വേളം വെക്കാതറു, കൊച്ചു പിള്ളേരെ പോലെ. ഞാൻ ഇറങ്ങുക. ഡോ, പറ്റില്ല എഴുതിയേരെ. ആ, ശ്രീധരൻ ഇന്ന് പോകുന്നുണ്ടോ? ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോയാൽ പോരെ? അത് പറ്റിയല്ല രാഘവ. അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവനങ്ങ് പൊയ്ക്കോട്ടെ. അന്തോണി ഒരു ഉപകാരം ചെയ്യണം. എന്നാ സാറേ? ആ വൈദ്യശാലയിൽ നിന്ന് കുറച്ച് ബലാകുളിച്ചാതി എണ്ണ മേടിക്കണം. കുപ്പി അവിടെ നിന്ന് തരും. എനിക്കാണെന്ന് പറഞ്ഞാൽ മതി. ശരി ശരി, ഇപ്പം കൊണ്ടുവരാം സാറേ. രാഘവ, സാറേ. രാഘവൻ ഒന്നിങ്ങി വന്നേ. ഇത് മുഴുവൻ ഉണ്ടാകത്തില്ല. അത് പിന്നെ എന്നും അങ്ങനെയാണല്ലോ. സാറിന് ആവശ്യമുള്ള എടുത്തിട്ട് തന്നാട്ടെ. അല്ല, മോൻ്റെ ഫീസും കൊടുക്കണ്ടേ? അത് കൊടുക്കാം. രാഘവൻ എന്തെങ്കിലും എടുത്ത് അവൻ്റെ കയ്യിൽ പൊതിഞ്ഞു കൊടുത്തരും. മോനിഞ്ഞു വന്നേ. ആഹാ, അന്തോണി ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ വരട്ടെ. ശരി ശരി ശരി. എന്താ മുട്ടായി? ആഹാ, മോൻ ഇതും വായിലിട്ടോണ്ട് വേഗം നടന്നു. ആ, പൈസ അമ്മയെ ഏൽപ്പിക്കണം കേട്ടോ. പൊതിയിലുള്ള എന്താണെന്ന് വെച്ചാൽ വാസന്തിക്ക് ഒരെണ്ണം കൊടുക്കാൻ മറക്കരുത്. അവളോട് കൊച്ചുവാവയെ ഉപദ്രവിക്കരുതെന്ന് പറയണം കേട്ടോ. എന്നാ വേഗം പൊക്കോ. എന്നാ ശ്രീധരന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കുറുപ്പ് സാറിനെ മനസ്സിലാകാതെ പിന്നെ ആ കടുക്കൻ കുറുപ്പ് സാർ എന്നാ അമേരിക്കയിൽ നിന്ന് വന്നേ? കഴിഞ്ഞ ആഴ്ച. വേണു മൂത്ത ആളെ ലോസ് ഏഞ്ചൽസിലാണ്. 8 മാസം അവിടെ ആയിരുന്നു. ഈ പുതിയ ബ്ലോക്കിൽ എത്ര ക്ലാസ് ഉണ്ട് പണിക്കരെ? 10-12 ഉണ്ട്. ഉണ്ട്. ഡിവിഷൻ ഫോളൊന്നും വരായിരുന്നാൽ മതി. അതൊന്നും ഉണ്ടാവത്തില്ല സാറേ. പഴയതുപോലെയല്ല. നാട്ടുകാരുടെ നല്ല ശ്രദ്ധയുണ്ട്. വരായിരുന്നാൽ കൊള്ളാം. കേട്ടോ ശ്രീധര, മേനോ സാറിൻ്റെ കാലത്തെ അധ്യാപകരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. അറിയാമല്ലോ. അറിയാം. അധ്യാപകർക്ക് അന്തസ്സുള്ള ശമ്പളം കിട്ടുന്ന കാലം വരണമെന്ന് മേനോ സാർ എപ്പോഴും പറയുമായിരുന്നു.
കഷ്ടപ്പാടായിരുന്നു. എന്നാലും വലിയ കണിശക്കാരനായിരുന്നു ഒന്നാം സാറ്. ഞാൻ ഉച്ചപോയന്, ഞാൻ ജോലി കയറിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഈ മാനേജർ അനിയനായതുകൊണ്ട് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ എടുക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. ആഷാണിയമ്മ ടീച്ചർ ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം. അല്ല, ആ മധുസൂദനക്കുറിപ്പ് എത്തിയില്ലേ? അതിപ്പോ വൈകി വരുന്നൊരു ശീലമാണല്ലോ കുറുപ്പ് സാറിന്. പാവം കൃഷിയൊക്കെ നോക്കിയിട്ട് വേണ്ടേ വരാൻ. മാനേജറുടെ അനിയനാകുമ്പോ താമസിച്ചു വന്നാലും കുഴപ്പമില്ലല്ലോ. അതൊന്നും ഇവിടെ പറ്റിയല്ല. ആരുടെ അനുജനാണെങ്കിലും ചേട്ടനാണെങ്കിലും കൃത്യസമയത്ത് ജോലിക്ക് വരണം. അത് കണ്ടല്ലേ പിള്ളേർ പഠിക്കേണ്ടത്. പുതിയ അപ്പോയിന്റ്മെന്റ് അല്ലേ, കാരികവരവും ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരട്ടെ, കാരികവരമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ക്ലാസ്സിൽ പോകാൻ നോക്കാം എല്ലാവരും. കുറുപ്പേ, എങ്ങോട്ടാ അത്ര തിരക്കിട്ട്? ഇത്രയും തിരക്കുള്ള ആള് സ്കൂളിൽ വരാൻ മാത്രം എന്തിയാ വൈകുന്നത്? സാറേ രാവിലെ ഒന്ന് പറമ്പി വരെ പോയായിരുന്നു. ഓ, വാഴ കൃഷിയൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഓ എടോ,
വാഴക്കൃഷിയോടുള്ളതിൻ്റെ പകുതി താല്പര്യമെങ്കിലും തനിക്ക് ആ പിള്ളേരോടില്ലല്ലോ കുറുപ്പേ. മാനേജറുടെ അനിയനാണെന്ന് വെച്ച് തോന്നിയാസം കാണിക്കരുത്. എന്നും ഇങ്ങനെ വൈകി വരികയാണെന്ന് വെച്ചാ. സാറേ, രാവിലെ 1-2 ബന്ധുക്കൾ ഉണ്ണിച്ചേട്ടനെ കാണാൻ വന്നായിരുന്നു. അവരോട് പ്രാതൽ കഴിച്ചപ്പോൾ ഇച്ചിരി വൈകി. ഓ, തിന്ന് രസിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. രാവിലെ ഒന്നും കഴിക്കാതെ വരുന്ന കുട്ടികളുണ്ടാകും ക്ലാസ്സിൽ. അവർ സാറിനെ കാത്തിരിക്കുന്നുണ്ടാവും. സാറ് വേഗം അങ്ങ് ചെന്നാട്ടോ. കളിച്ചു. ആ രാമനായരെ, ആ കുറിപ്പിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞു. സാറേ, എന്താ കുറിപ്പേ കയ്യിലൊരു പൊതിയൊക്കെ? ഇച്ചിരി പഴവാ സാറേ. തൻ്റെ കൃഷിയാണോ? അവിടെ വെച്ചേര്. എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ. പിന്നെ രാവിലെ വഴക്ക് പറഞ്ഞതിന് അലോഹ്യൊന്നും തോന്നരുത്. ഞാൻ അങ്ങനെയാണ്. പറയേണ്ട സമയത്ത് പറയും. നാളെ വൈകിയാൽ നാളെ പറയും. എന്ന് വെച്ചാൽ ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. എനിക്ക് അലോഹ്യൊന്നുമില്ല സാറേ. സാറ് വിളിപ്പിച്ചായിരുന്നു. ആ, നാളെ ട്രഷറി പോകുന്നതിന് മുമ്പ് ബില്ലൊക്കെ ശരിയാക്കി വെക്കണം. ഇനി മുതൽ താനാ അക്കാര്യത്തിൽ എന്നെ സഹായിക്കേണ്ടത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അയ്യോ, ഞാൻ മറന്നുപോയി സാറേ. ടീച്ചർ. ആ ദാശാണിയമ്മേ, നാളെ ട്രഷറി വരെ ഒന്ന് പോകണം. രാമൻ നായരും വരും. കുറിപ്പ് കണക്കൊക്കെ നോക്കി വെക്കും. കണക്ക് സാറല്ലേ, ഇനി അയാൾ നോക്കട്ടെ കണക്കൊക്കെ. അടുത്ത വർഷം മുതൽ ഞാനില്ലല്ലോ. ഒരു പരിചയം വരട്ടെ. സാർ ഊണ് കഴിക്കാൻ പോകുന്നില്ലേ? ഇല്ല, ഇന്നെന്തോ ഒരു വിശപ്പ് തോന്നുന്നില്ല. എന്നാലും കുറച്ച് കഴിച്ചുകൂടെ? എൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് രാമനായരുടെ കൈ കൊടുത്തു വിടാം. വേണ്ടെന്നേ, ഞാൻ കുറിപ്പ് പഴം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം കഴിക്കാം. ഇന്നത് മതി. കുറിപ്പിൻ്റെ കയ്യിൽ നിന്ന് സാറ് കടം മേടിച്ചു അല്ലേ? വേറെ വഴിയില്ലല്ലോ ദാശാണിയമ്മേ. വീട്ടിലെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, എന്നാൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ സാറേ? കൊടുക്കണം. ഏതെങ്കിലും കാലത്ത് അധ്യാപകരുടെ ശമ്പളം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് 10-30 കൊല്ലം കടന്നുപോയി. ഇക്കൊല്ലം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതോടെ ആ കാത്തിരിപ്പും തീരും. ഇനിയിപ്പം പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോഴാണ്. ശ്രീധരൻ വലുതായി ജോലിയൊക്കെ ആയാൽ എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ സാറേ. എത്ര കാലം കഴിയണം അവനൊരു കര പറ്റാൻ? എത്രയാ കടങ്ങൾ. ഏറ്റുമാനൂരപ്പാ, എൻ്റെ മക്കളെ കാത്തോളനേ. ഒരിക്കലും കടങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടില്ല സേതര. ചോദിക്കാൻ കഴിയില്ലായിരുന്നു. അത്രയെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ. എന്നോട് വലിയ സ്നേഹമായിരുന്നു കേട്ടോ. സഹപ്രവർത്തകനായിട്ടൊന്നുമല്ല, സ്വന്തം അനുജനെ പോലെ എന്നെ കണ്ടത്. സാറിവിടൊക്കെ തന്നെ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ സാറിന് പോകാക്കത്തില്ല. എന്നാ ഇറങ്ങട്ടെ ശ്രീധര. ഇവിടെ എന്നാ പഴയ ഓർമ്മകൾ വരും. നന്നായി വരും.
കൊച്ചച്ച എന്തു പറ്റി? എന്തു പറ്റി? ഒന്നുമില്ല സാറിങ്ങനെ ഓരോന്നോർത്ത്. ഓഹോ, പോകാൻ തിരക്കുണ്ടോ? ഇല്ല, തിരക്കില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേറൊന്നുമല്ല, ഈ ബിൽഡിംഗ് പണിതതിന്റെ കുറച്ച് കണക്കുകളാ. ഓ, അതൊന്നും പറയണ്ട. ശശാങ്കൻ എനിക്ക് വിശ്വാസമാണ്. ടോയ്ലറ്റ് കൂടി നന്നാക്കിയെന്ന് ശേഖരൻ ചേട്ടൻ പറഞ്ഞു. കണക്കൊന്നും എനിക്ക് കാണണ്ട. ആ മുറി കാണുമ്പം ഇപ്പോഴും എൻ്റെ മുട്ടിടിക്കും. കാര്യം മാനേജറുടെ മോനാണെന്നൊക്കെ ശരിയാ, പക്ഷെ ഒന്നാം സാറിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പഠിക്കാൻ ഞാൻ അത്ര മിടുക്കനും ആയിരുന്നില്ലല്ലോ. ശ്രീധരൻ ചേട്ടനോടൊക്കെ അന്ന് ഭയങ്കര അസൂയായിരുന്നു. അച്ഛൻ വീട്ടിൽ എപ്പോഴും പറയുമായിരുന്നു, ആ ശ്രീധരനെ കണ്ടു പഠിക്കുക, ശ്രീധരനെ കണ്ടു പഠിക്കുന്നു. ശ്രീധരൻ ചേട്ടാ, ഒന്നാം സാറ് മരിച്ച ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അന്ന് സ്കൂളിലൊരു സംഭവം നടന്നായിരുന്നു. ഉച്ചയ്ക്ക് ഇന്റർവെല്ലിനായിരുന്നു അത്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ക്രിസ്തുദേവൻ ആരാണെന്ന് അറിയാമല്ലോ. കൃഷ്ണനെ അറിയാമല്ലോ. ബുദ്ധനെയോ? അപ്പൊ ഹരിശ്ചന്ദ്രനോ? ഞാൻ പറയാം സാർ. രാമേന്ദ്രൻ ഇരിക്കൂ, വരട്ടെ. നീ മാത്രം ഉത്തരം പറഞ്ഞാൽ പോരല്ലോ. ശശാങ്കൻ പറയട്ടെ. ശശാങ്കൻ പറയൂ. ശശാങ്ക, ഓർമ്മയുണ്ടോ ഹരിചന്ദ്രൻ്റെ കഥ? ക്ലാസ്സിൽ എന്തെങ്കിലും പറയുമ്പോൾ ശശാങ്കന് വേറെ എവിടേക്കോ ആണ് ശ്രദ്ധ. ആട്ടെ ശശാങ്ക, ആരായിരുന്നു ഹരിചന്ദ്രൻ എന്നാ ഞാൻ പറഞ്ഞത്? അതെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു രാജാവായിരുന്നു. അപ്പൊ അത്രയും ഓർമ്മയുണ്ട്. ഇനി പറ, എങ്ങനെയുള്ള രാജാവായിരുന്നു ഹരിചന്ദ്രൻ? ഞാൻ പറയാം. രാമേന്ദ്രൻ പറയൂ. സത്യസന്ധനായിട്ടുള്ള രാജാവായിരുന്നു. അതെ, സത്യസന്ധനായ രാജാവായിരുന്നു ഹരിചന്ദ്രൻ. രണ്ടുപേരും ഇരിക്കൂ. ശശാങ്കൻ, ക്ലാസ്സിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി സാർ. അപ്പോൾ സത്യസന്ധതയായിരുന്നു ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ ശക്തി. സത്യത്തിലും നന്മയിലും ഉറച്ചു നിൽക്കുക. അദ്ദേഹം ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു അല്ലേ? എന്നിട്ടും സത്യം കൈവിട്ട് ജീവിച്ചോ? ഇല്ല. ഇനി നാളെ സാറേ, സാർ, നമ്മുടെ ഒരു കുട്ടിയുടെ പൊതിച്ചോറ് കാണുന്നില്ലെന്ന്. ഏത് കുട്ടിയുടെ? ശശാങ്കന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണികൃഷ്ണക്കുറുപ്പിന്റെ മോൻ. അതെ, മോൻ. എന്നിട്ട് അവൻ പുറത്ത് നിൽപ്പുണ്ട്. ഇങ്ങോട്ട് വിളിക്കൂ. വാ. ശശാങ്ക, എവിടെയാ നീ പൊതി വെച്ചിരുന്നത്? എന്നും വെക്കുന്നിടത്ത് തന്നെയാ, ആ മുറിയില്. ശരിക്കും നോക്കിയോ? എല്ലായിടത്തും. ഓ, ശരിക്കും നോക്കി, കാണാനില്ല.
വിശന്നിരിക്കണ്ട, വീട്ടിൽ പോയി ഊണ് കഴിച്ചോ, എന്നിട്ട് നാളെ വന്നാൽ മതി. ഒറ്റയ്ക്ക് പോകുമോ? രാമനായരെ കൂട്ടി വിടണോ? ഞാൻ എൻ്റെ ഊണിന്ന് കുറച്ച് കൊടുക്കാം, എൻ്റെ കൂടെ കഴിച്ചോട്ടെ. അത് പോരെ ശശാങ്ക? എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഇനി അതിൻ്റെ പേര് വക്കാണൊന്നും വേണ്ട. ഇതെന്താ ടീച്ചർ ശശാങ്കന്? അവൻ്റെ ചോറ് പൊതി കാണാനില്ലെന്ന്. ചോറ് പൊതി കാണുന്നില്ലെന്ന്? നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നോടാ? ഉറപ്പാണോ? അത് പിന്നെ ഉറപ്പാനാ? നീ ഇപ്പൊ എന്തോ കഴിക്കും? അത് ഞാൻ അവന് കൊടുത്തോളാം. ആ എന്നാ കൊച്ചിന് വെച്ചിട്ട് തരാം. നിനക്ക് ഇരിക്കട്ടാ രണ്ടു മൂന്ന്. വാ. പക്ഷേ പ്രശ്നം അവിടം കൊണ്ടും തീർന്നില്ല. ഊണ് കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നപ്പോ പൊതിച്ചോറ് കാണാതായ കാര്യം കുട്ടികൾ പിന്നെയും തമ്മി പറയാൻ തുടങ്ങി. ആകെ തല്ലും കൂട്ടമായി. എന്താടാ ഇവിടെ ബഹളം? എന്തിനാടാ തല്ലൂടുന്നേ? എന്താടാ പപ്പു കാര്യം? ഞാൻ ഈ ശശാങ്കന്റെ ചോറ് കെട്ടി നിന്നു. ഞാൻ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചിട്ടാ വന്നേ. ഞാൻ കട്ടിട്ടില്ല. നീ കണ്ടോടാ അവൻ ചോറ് വെക്കുന്നത്? നീ കണ്ടോടാ? ഇല്ല. മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയൂല. എല്ലാരും അവനവന്റെ ക്ലാസ്സിൽ പോയിനടാ. നീ ഇവിടെ ഉള്ളതല്ലേ? കള്ളം പറയരുത്. നീ കണ്ടായിരുന്നു അവൻ ചോറ് വെക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്നേ പിള്ളേരെ. അവിടെ ഇരുന്ന് ഇരിക്കവിടെ. സരോജിനി, സ്റ്റാഫ് റൂമിൽ പോയി ഒരു കഷ്ണം സ്റ്റോക്ക് എടുത്തിട്ട് വരൂ. മതി ദാമു കരഞ്ഞത്. വഴക്കുണ്ടാക്കിയിട്ടല്ലേ തല്ലിയത്. സാരമില്ല, പോട്ടെ. ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. കരയണ്ട. എല്ലാവരും 4 ലൈൻ ബുക്ക് എടുത്തേ. ഓരോരുത്തരായിട്ട് കൊണ്ടുവരൂ. നമസ്തേ. നമസ്തേ. എല്ലാവരും ഇരിക്കൂ. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കളവ് വലിയൊരു തെറ്റാണ്. കളവ് ചെയ്യുന്നയാൾ നിയമത്തിൻ്റെ മുന്നിലും ദൈവത്തിൻ്റെ മുന്നിലും കുറ്റക്കാരനാണ്. കണ്ടിട്ടില്ലേ പോലീസുകാർ കള്ളന്മാരെ പിടിച്ചോണ്ട് പോകുന്നത്? നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ചിലർ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടും. ശശാങ്കൻ്റെ ചോറെടുത്തുണ്ടത് ഈ ക്ലാസ്സിൽ ആരെങ്കിലും ആണെങ്കിൽ ആ ആൾ തുറന്നു പറഞ്ഞേക്കാം. സത്യസന്ധമായിട്ട് കുറ്റം ഏറ്റുപറയുന്നവരോട് സാറ് ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. അതുകൊണ്ട് ആരാണിത് ചെയ്തതെങ്കിലും അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ഞാനിപ്പോൾ ഓരോരുത്തരോടായി ചോദിക്കാൻ പോവുകയാണ്. നീയാണോടാ ചോറെടുത്തുണ്ടത്? ഇല്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നായിരുന്നു. നീയാണോ? ഇല്ല സാറേ, ഞാൻ പച്ചവെള്ളം കുടിച്ചതാ. നീയോ? ഞാൻ രാവിലെ കഴിച്ചതാ സാറേ. ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ക്ലാസ്സുകളിലും വന്ന് സാർ കയറി ഇറങ്ങി. എല്ലാ കുട്ടികളോടും ചോദിച്ചു, പക്ഷെ ആരും ഏറ്റു പറഞ്ഞില്ല. ആ പീരീഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന് മുന്നിലൂടെ സാറ് ഓഫീസ് മുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല സാറിനെ. മരിച്ചപ്പോഴും പോയില്ല. വീട്ടിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു. 1-ാം സാറിനെ ഓർക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. അത് മുഴുവൻ ഞാൻ പിന്നീട് ബൈഹാർട്ട് പഠിച്ചു. അതിനുശേഷം ഞാൻ തരക്കേടില്ലാതെ പഠിക്കാനും തുടങ്ങി.
അതുകൊണ്ട് കഷ്ടിച്ച് 2 കൊല്ലം കോളേജിൽ പഠിക്കാനും പറ്റി. ഒരു മിനിറ്റ്. ആ, ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ട്. അല്ല, നമുക്ക് പോണ്ടേ? സമയം കുറച്ചായി. അതെ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? വാട്ട് ബ്രിങ്സ് യു ഹിയർ നൗ? എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് രാവിലെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഷിബു, ഇന്ത്യൻ ടെലിഗ്രാഫ്. ഉവ്. ഓ, അതിൻ്റെ റെക്കമെൻഡേഷനായിട്ട് വന്നിരിക്കുകയാണോ നീ? എന്തായാലും എൻ്റെ സ്റ്റാൻഡിൽ ഒരു മാറ്റവും ഇല്ല. നോ എക്സ്ക്ലൂസീവ്സ്, എസ്പെഷ്യലി ഫോർ ദ വിഷ്വൽ മീഡിയ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്ക് ദേശാടന പക്ഷിയായ എൻ്റെ അച്ഛനോട് കുറച്ചു നേരം സംസാരിച്ചാൽ മാത്രം മതി, പറ്റുമെങ്കിൽ ഇവിടെ വെച്ച്. മോള് കാറിലാണോ വന്നത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ മോളുടെ കൂടെ വരാം. ശരി, അപ്പൊ മോളെ നമുക്ക് ഡിന്നറിന് കാണാം. വാ മോളെ, വാ. എങ്ങനുണ്ട് നിന്റെ പുതിയ ലാവണം? കുഴപ്പമില്ല അച്ഛാ, ഐ ആം ഹാപ്പി ദർ. അപ്പോ ഉടനെ എങ്ങും നീ അവിടുന്ന് ചാടത്തില്ലല്ലേ? അങ്ങനെ വിചാരിക്കാം. അച്ഛാ, എന്താ മോളെ? അച്ഛൻ എന്താ ഇതുവരെ പേഴ്സണൽ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാത്തെ? നീയും ചോദിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മോളെ, എൻ്റെ സ്റ്റാൻഡ് അതാ. സ്റ്റാൻഡൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് തെറ്റിദ്ധാരണ? അച്ഛന് ഭയങ്കര ജാടാണെന്ന് ആൾക്കാർ പറയും, പ്രത്യേകിച്ചും മീഡിയ. ജാടയില്ലെന്ന് മോൾക്കറിയാമല്ലോ. അച്ഛൻ അച്ഛൻ്റെ ജോലി ചെയ്യുന്നു, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട. എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവരും മീഡിയ കാണാറില്ല. അച്ഛാ, can I ask you something? Yes. Was it a suicide? അപ്പൂപ്പൻ്റെ മരണം ആത്മഹത്യയായിരുന്നോ? അച്ഛാ, ഞാൻ അതിൻ്റെ കാരണം തേടി വന്നതാണ് എൻ്റെ മോള്. എന്നോടാരും ഇതുവരെ അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. നമുക്ക് പോകാം മോളെ. ആ ശരി ശരി, ഓക്കെ. ആ, ശ്രീധരൻ കൊച്ചാട്ടനോ? രാവിലെ പത്രത്തിൽ ഫോട്ടോ കണ്ടായിരുന്നു. ഇപ്പം വരുന്ന വഴിയാന്നോ? അതെ അതെ അതെ. ഇത് മോളല്ലയോ? അതെ. പേര് മറന്നായിരുന്നു കേട്ടോ. ദിയ. ആ, ഞാൻ സ്കൂൾ വരെ ഒന്ന് പോയതാ ഗോവിന്ദൻകുട്ടി. ചായ എടുത്തു. ശരി. എനിക്ക് കട്ടൻ മതി. ശരി. മോക്കെങ്ങനെയാ? പാലൊഴിച്ച് ചായ കിട്ടിയാൽ സന്തോഷം. ശരി ശരി ശരി. സദാശിവൻ ചേട്ടാ, 2 ചായ, അതിലൊന്ന് കട്ടൻ വേഗം എടുത്തോ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, അങ്ങ് ഇന്ന് കഴിക്കാനുള്ളതല്ലേ. ആ, മോക്ക് വിശക്കുന്നുണ്ടോ? ഏയ് ഇല്ല അച്ഛാ, ചായ മാത്രം മതി. സൗമ്യ ഉഴപ്പാതെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, തിരക്കേടില്ല, ഇപ്പൊ സ്റ്റഡി ലീവാ, വീട്ടിലുണ്ട്. ശരി ശരി, നാളെ രാവിലെ എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ആ, അങ്ങനെയാട്ടെ. പോവാം മോളെ. ആ വേണ്ട മോളെ, ഈ ഹോട്ടലിലെല്ലാം അച്ഛന് ഫ്രീ ആണ്, പണ്ട് മുതലേ അങ്ങനെയാ. അപ്പൊ പിന്നെ നാളെ കാണാൻ പോകുന്നു കുട്ടി. വാ മോളെ. ഓക്കെ. അച്ഛൻ ആ ടീ ഷോപ്പായിട്ട് എന്താ ബന്ധം? അതൊരു കൊച്ചു ചായക്കടയായിരുന്നു. അതിനോട് ചേർന്നുള്ള ചായപ്പിലാണ് എൻ്റെ അച്ഛൻ താമസിച്ചിരുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ രാഘവൻ അമ്മാവൻ എന്ന് വെച്ചാൽ ഈ ഗോവിന്ദൻകുട്ടിയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങേരായിരുന്നു അച്ഛൻ്റെ അന്നദാതാവ്. അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ പഠിത്തത്തിനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ്. ആ മോളെ, അടുത്ത റൈറ്റ്. ആ ഇവിടെ നിർത്തി. മതി.
ഐശ്വര്യ ഫിനാൻസിയേഴ്സ്. സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കപ്പെടും. എന്താ അച്ഛ ഇവിടെ? ഇതും അച്ഛന് വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മോളെ. ഇവിടെ ഈ കെട്ടിടം നിൽക്കുന്നിടത്തായിരുന്നു അച്ഛൻ്റെ വീട്, അച്ഛൻ ജനിച്ചു വളർന്ന വീട്. സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കപ്പെടും. ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത വീടായിരുന്നു. നല്ല പുരോഗമനം. പോവാം മോളെ, നമുക്ക് പോവാം. പൂരകാന്തിതവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃശിവായ വിശ്വേശ്വരായ നരകാർണവതരണായ കർണാമൃതയായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിതവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃശിവായ ഗൗരീപ്രിയായ രജനീശകലാധരായ കാലാന്തരായ ഭുജഗാംഗനായ ഗംഗാധരായ ഗജരാജ മീനാക്ഷിയേ, മീനാക്ഷി, എന്നാ അമ്മേ? അത്താഴത്തിന് എന്താ ഉള്ളത്? ഉച്ചയ്ക്കും കൊച്ചുങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അമ്മേ, ദേ അച്ഛൻ വന്നു. എല്ലാരും കൂടെ പങ്കിട്ടെടുത്ത് കഴിച്ചോളൂ. മീനാക്ഷി, ശമ്പളം കിട്ടിയില്ല. ഇന്ന് പരിപ്പുവട പങ്കുവെച്ച് എല്ലാവരും കഴിച്ചു. നാളെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പരിപ്പുവട, പിള്ളേർക്ക് ഇത്തിരി പായസം വെച്ച് കൊടുക്കേണ്ട ദിവസം ഇന്ന്. മനസ്സിലായില്ല അല്ലേ? രമണി കൊച്ചിന്റെ പിറന്നാളാ ഇന്ന്. ഓ, ഓർത്തില്ല ഞാൻ. 42ാമത്തെ വയസ്സിലാ ഞാൻ അവളെ പെറ്റത്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നീ അവനെ വെറുതെ വിഷമിപ്പിക്കല്ലേ മീനാക്ഷി. ആർക്കാനും വേണ്ടി ഇങ്ങനെ പണിയെടുത്ത് നടക്കുന്നല്ലാതെ കുടുംബത്തിന് ഇങ്ങനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അമ്മ? ഞാനെങ്ങനെ പറയാതിരിക്കുന്നേ? പിറന്നാളായിട്ടൊരു വറ്റ കഴിക്കാതെ എന്റെ കൊച്ചു കിടന്ന് കരയില്ല കാണുമ്പോ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോകുന്ന അമ്മ. ശ്രീധര, ആ തോർത്ത് ഞെടുത്ത് ഒന്ന് മേല് കഴുകിയിട്ട് വരാം. അമ്മയ്ക്ക് വേണ്ട മോനെ, എന്റെ മക്കള് കഴിച്ചു. അമ്മയ്ക്ക് വിശപ്പൊന്നുമില്ല.
രാഘവനമ്മാവൻ സ്നേഹത്തോടെ കൊടുത്തുവിടുന്ന പരിപ്പുവടയോ മറ്റോ കഴിച്ച് വിശപ്പടക്കിയ പല വാരാന്ത്യങ്ങളും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ ഒരണ പോലും ഇല്ലാതിരുന്ന ചില ദിവസങ്ങൾ എങ്കിലും ഉള്ളത് പങ്കുവെച്ച് കഴിച്ച് ഞങ്ങൾ ജീവിച്ചു. ചിലപ്പോൾ ഒന്നും കഴിക്കാതിരുന്നു. തിങ്കളാഴ്ച വെളുപ്പിന് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അച്ഛൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ സങ്കടങ്ങളും ബാക്കിയാകും. അച്ഛൻ എപ്പോഴും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഞങ്ങൾ ഒരുമിച്ചുള്ള നീണ്ട നടത്തങ്ങൾക്കിടെ എന്നോടുള്ള ഉപദേശ രൂപത്തിൽ ചിലപ്പോഴൊക്കെ അച്ഛൻ മനസ്സ് തുറന്നിരുന്നു. ആർക്കാനും വേണ്ടി ജോലിയെടുക്കുന്ന വീട്ടുകാർക്കൊരു പ്രയോജനമില്ലാത്ത ഒരാൾ. അങ്ങനെയാ നിന്റെ അമ്മ എൻ്റെ പറ്റി പറയുന്നത്. നിനക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, നാട്ടുകാർക്കും അതായിരിക്കും എന്നെക്കുറിച്ചുള്ള അഭിപ്രായം. മീനാക്ഷി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോട് സ്നേഹക്കൂടുതലേ ഉള്ളൂ. അത്രമാത്രം അവൾ എന്നെ സഹിക്കുന്നുണ്ട്. എന്നോട് അവൾക്കും സ്നേഹക്കൂടുതലേ ഉണ്ടാകും. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആദ്യ കാരണമാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അമ്മ പോലും ചിലപ്പോൾ മനസ്സുകൊണ്ട് എന്നെ ശപിക്കുന്നുണ്ടാവും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. മോനെ, വിശപ്പാണ് എല്ലാത്തിനും കാരണം. അച്ഛന് ഈ ജോലി മാത്രമേ അറിയൂ. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് മഹത്തായ തൊഴിൽ തന്നെയാണ്. അറിയാവുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നു, കിട്ടുന്ന ശമ്പളം വാങ്ങിക്കുന്നു. എൻ്റേതൊരു ചെറിയ ലോകമാണ് മോനെ. അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു വേണം ജീവിക്കാൻ. മനസ്സിന് ശരിയെന്ന് തോന്നുന്ന ചെയ്യുക. പക്ഷേ നിന്റെ അച്ഛനെ പോലെ പ്രായോഗിക ബുദ്ധിയില്ലാതെ ജീവിക്കരുത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. കാറിൽ ഇങ്ങനെ രാത്രി യാത്ര ചെയ്യുമ്പോഴൊക്കെ അച്ഛനെ ഓർക്കും. വീക്കെൻഡിൽ വീട്ടിൽ വരുമ്പോൾ രാത്രി മുറ്റത്ത് എന്നെ അടുത്തിരുത്തി കഥ പറഞ്ഞു തരുമായിരുന്നു. എന്നും പുതിയതെന്തെങ്കിലും ഉണ്ടാകും പറയാൻ. പിന്നെ അച്ഛൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ, എന്നെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ. അങ്ങനെ ഒരു രാത്രിയിലാണ് കാളിദാസനെ കുറിച്ച് പറഞ്ഞത്. സഞ്ചാരിണി ദീപശിഖേവ രാത്രവും. ആ വിളക്കിൻ്റെ ഓർമ്മയ്ക്കായാണ് ദിയ എന്ന് അച്ഛൻ മോൾക്ക് പേരിട്ടത്. ഉപമ കാളിദാസസ്യ എന്നാണ് പറയുക. സഞ്ചാരിണി ദീപശിഖേവ രാത്രവും. രാത്രിയിൽ തെരുവിലൂടെ സഞ്ചരിക്കുന്ന ദീപശിഖ. ഇന്ദുമതി സ്വയംവരത്തിൻ്റെ വർണ്ണന. ഇരുട്ടുള്ള ഒരു തെരുവിലൂടെ സഞ്ചരിക്കുന്ന ദീപശിഖ പോലെയാണ് ആ രാജകുമാരി. രാജകുമാരി അടുത്തെത്തുമ്പോൾ ഓരോ രാജാവിൻ്റെയും മുഖം പ്രകാശിക്കും. രാജകുമാരി മുന്നോട്ട് നടക്കുമ്പോൾ തെളിഞ്ഞ മുഖങ്ങൾ ഇരുളും. ആ കാഴ്ച നീ ഒന്ന് മനസ്സിൽ കണ്ടു നോക്ക. അച്ഛാ, ശരിക്കും ഫോട്ടോ പോലെ ഉണ്ടല്ലോ. ഇതാരാ വരച്ചേ? അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വരച്ചതാണ്, അച്ഛൻ മരിച്ചതിന് ശേഷം. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും ആരും എടുത്തിട്ടില്ല. പഴയ കാലമല്ലേ മോളെ. പോരാത്തതിന് നാട്ടുംപുറം, ദാരിദ്ര്യവും. എന്നാലും റിട്ടയർ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷേ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിരുന്നല്ലോ. ഇതൊരോർമ്മയാണ്, എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരോർമ്മ.
ഇതെന്താ അച്ഛാ? ഇതൊരു കത്താണ്, എൻ്റെ അച്ഛൻ എഴുതിയ കത്ത്. എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരോർമ്മ. ഇതെഴുതിയ ദിവസം ഞാൻ അച്ഛൻ്റെ സ്കൂളിൽ പോയിരുന്നു. സന്ധ്യയാകാറായിരുന്നു. അച്ഛൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനുണ്ടോ അവിടെ? ഉണ്ടല്ലോ, അകത്തിരുന്ന് ഏതാണ്ട് എഴുതുക. കുറെ നേരമായി. കുഞ്ഞെന്താ ഈ സന്ധ്യാസമയത്ത്? വീട്ടിലെന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഞാനവിടെ രാഘവനമ്മാവൻ്റെ അടുത്ത് കുറെ നേരം കാത്തിരുന്നു. അച്ഛൻ വരാൻ വൈകിയതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. എന്നാ പിന്നെ കുഞ്ഞങ്ങോട്ട് വേഗം ചെന്നാട്ടെ, കണ്ടേച്ച് പോകാലോ. നേരെ ഇരുട്ടാ തുടങ്ങുന്നതിന് മുമ്പ് ചെന്നാട്ടെ. അച്ഛാ വാ മോനകത്തേക്ക് വാ. മറ്റുള്ളവർ എഴുതുന്നത് അനുവാദം കൂടാതെ വായിക്കാൻ പാടില്ല. മോൻ അവിടെ പോയിരുന്നു, ഞാൻ വിളിക്കാം. സാറേ, രാമനാര് വീട്ടിൽ പൊക്കോ, ഞാൻ ഇറങ്ങാൻ വൈകും. കുറച്ച് ജോലിയുണ്ട്. പോകുന്ന വഴി കണ്ട കള്ളിച്ചാപ്പലും കയറി നിരങ്ങേക്കരുത്. വാ മോനിഞ്ഞു വാ. അച്ഛാ, എൻ്റെ ഫീസ് നാളെയാണ് അടയ്ക്കേണ്ടത്. ആ തരാം. അച്ഛനോട് എപ്പോഴെങ്കിലും മോന് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇന്നെന്തോ അച്ഛനൊരു പ്രയാസം പോലെ. സാരമില്ല, മോൻ നന്നായിട്ട് പഠിക്കണം. കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സാറാകണം. ദാ ഫീസ്. പിന്നെ ഈ കത്ത് മാനേജറുടെ വീട്ടിൽ കൊടുക്കണം. അദ്ദേഹം ഇപ്പോൾ വീട്ടിലുണ്ടാവും. അപ്പോൾ അച്ഛനിപ്പോൾ ഇറങ്ങുന്നില്ലേ? ഇല്ല, അച്ഛന് കുറച്ച് കണക്കുകളൊക്കെ നോക്കി തീർക്കാനുണ്ട്. ഒറ്റയ്ക്കിരുന്നാലേ പറ്റൂ. മോൻ വേഗം പൊക്കും. മോനെ സൂക്ഷിച്ചു പോകണം. ഇരുട്ടാകും വീട്ടിൽ ചെല്ലുമ്പോഴേക്കും. വേഗം നടന്നു. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത എന്തോ പ്രയാസം അച്ഛനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. He seemed so shaken and shattered. എനിക്കന്ന് സങ്കടത്തേക്കാൾ കൂടുതൽ ഭയമാണ് തോന്നിയത്. എന്തിനാണ് അച്ഛൻ കരഞ്ഞത്? മാനേജർക്ക് കത്തെഴുതിയത് അതറിയണമെന്ന് തോന്നി. ജീവിതത്തിൽ ആദ്യമായും അവസാനമായി ഞാൻ അച്ഛൻ്റെ ഉപദേശത്തിനെതിരെ പ്രവർത്തിച്ചു. മാനേജറുടെ വീടെത്തുന്നതിന് മുമ്പ് ചെട്ടിയങ്ങാടിയിലെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഞാൻ ആ കത്ത് തുറന്നു വായിച്ചു. ബഹുമാനപ്പെട്ട മാനേജർ അവർക്ക്, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. അങ്ങ് ഇതിനകം അറിഞ്ഞു കാണും. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു. അതാരുടെ ചോറാണെന്നും അങ്ങ് അറിഞ്ഞു കാണും. ഞാൻ ഈ പള്ളിക്കൂടത്തിൽ വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞല്ലോ. ഇന്ന് ആദ്യമായാണ് ഇങ്ങനൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട്. മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ടാരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും അതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളും ഉണ്ടായിരുന്നു. അത്രമേൽ ചെറിയ കുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാനിടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിലും
അത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യൻ്റെ ചോറെടുത്ത് തുമ്മുക. ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു മാമ്പഴമോ മധുരനാരങ്ങയോ കട്ടെടുത്തേക്കാം. പക്ഷേ ചോറ് മോഷ്ടിക്കുക, അതും ആരുടേതാണെന്ന് പോലും അറിയാത്ത പൊതിച്ചോറ്, ഇല്ല. ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നീ ചോറ് കട്ടു തിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. എനിക്ക് ഇന്ന് അതും ചെയ്യേണ്ടി വന്നു. എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അത്. നമ്മുടെ അധ്യാപകരിൽ ഉച്ചപ്പട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകരുമല്ല. അന്യരാരും ഇവിടെ വന്നിട്ടില്ല താനും. പിന്നെ ആരാണ്? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണത് ചെയ്തത്. ഭാവി പൗരന്മാരായ വിദ്യാർത്ഥികളുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാൻ 5 സഹാധ്യാപകരെ നിയന്ത്രിക്കേണ്ട ഞാൻ, ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാൻ, അടുത്ത തലമുറയെ കരുപിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് കട്ടുതിന്നത്. ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. താഴത്തീ ഭൂമിക്കു വിശപ്പുള്ളിലെരിഞ്ഞു, കണ്ടീല കനലിങ്ങാരും. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതിനു മുമ്പ് തന്നെ അങ്ങനെ ചെയ്തു പോയേനെ. തോന്നാതിരുന്നിട്ടല്ല, ചെയ്തില്ലെന്ന് മാത്രം. എൻ്റെ സഹപ്രവർത്തകരിൽ പലരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് കാരണം ആവശ്യമില്ലായികയല്ല, അപമാന ഭീരുതയാണ്. എരിയുന്ന വയറ്റിൽ തീക്കനലല്ലാതില്ല, വേവാനിനി ഉടലല്ലാതില്ല. വെന്താലിങ്ങാറാനിവിടുയിരല്ലാതില്ല, വെന്താലിങ്ങാറാനിനി ഉയരല്ലാതില്ല. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. അത്താഴപ്പട്ടിണിയോടെ അന്തിയുറങ്ങുന്നവരെ, നിങ്ങൾക്കായുരിയരിയുടെ അന്നം പകരാതെന്തേ നടയെല്ലാം മുന്നമടഞ്ഞേ പോ. വറ്റൊരു തരിയും നീട്ടാതെ ഇരുട്ടിലടിഞ്ഞേ പോൽ, നടയെല്ലാം മുന്നമടഞ്ഞേ പോ. വറ്റൊരു തരിയും നീട്ടാതെ ഇരുട്ടിലടിഞ്ഞേ പോയി. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും.
കൊള്ളും ചുടുകാറ്റത്തൂടെ സഹനക്കാനലിലൂടെ ഉടറും നീ ഒന്നിനി വീഴാനായി കണ്ണുകൾ നട്ടേ കഴുകിന്നും വട്ടമിടുന്നല്ലോ പശിയാറ്റാനായി കേഴും നീ അതിനിരയായി പോമോ കഴുകിന്നും വട്ടമിടുന്നല്ലോ പശിയാറ്റാനായി കേഴും നീ അതിനിരയായി പോമോ മാനത്തു പൊതിച്ചോറൊരു മേഘം കവരുന്നു കണ്ടീല കളവിങ്ങാരും താഴത്തീ ഭൂമിക്കു വിശപ്പുള്ളിലെരിഞ്ഞു കണ്ടീല കനലിങ്ങാരും മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു കണ്ടീല കളവിങ്ങാരും ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കും കടന്നു. ജനിച്ചു പോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ. 30 കൊല്ലമായി ഇവിടെ ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ ശമ്പളമായി തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് അറിയാമല്ലോ. 6 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക്, അതും ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഒരു സ്കൂൾ ഭരിക്കണം. തീർത്താൽ തീരാത്ത ജോലികൾ ചെയ്യണം. മാനവും മര്യാദയുമായി ജീവിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തരുന്ന ശമ്പളമാണ് 12 രൂപ. എൻ്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ എന്തിനറിയണം, അല്ലേ? ആരും അറിയണ്ട. അറിയണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. നോക്കണ്ട, കരുണാകരൻ്റെ പറമ്പിൽ നിന്ന് പറിച്ചതാ. എൻ്റെ ഏറ്റവും എൻ്റെ ഒരു ഗതികേട്. വല്ല കൂലിപ്പണിക്കാരനെ കെട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് ഗതി വരത്തില്ലായിരുന്നു. ഒന്നോ സാറിന്റെ കെട്ടിലമ്മയാ. കൊച്ചുങ്ങളുടെ വയറ് കത്തിയപ്പോ കണ്ണി കണ്ടവന്റെ പറമ്പിൽ കയറി കപ്പ മൂട്ടിക്കേണ്ടി വന്ന്. അവനും അന്തസ്സുള്ളൊരു പണി എടുക്കുന്നില്ലേ മീനാക്ഷിയെ? അന്തസ്സുകൊണ്ട് വയറ് നിറയത്തില്ലല്ലോ അമ്മേ. അന്തസ്സുകാരൻ മോൻ വരുമ്പോ ഇതൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. അച്ഛൻ്റെ പുന്നാര മോനോടും കൂടിയാ പറഞ്ഞേ. എൻ്റെ ഏറ്റവും പുറത്തേക്കണേ. എൻ്റെ കുഞ്ഞാവ് കഴിച്ചു. അമ്മയുടെ കുഞ്ഞാവ് കഴിച്ചോട്ടോ. കഴിക്കണ കഴിക്കണ്ട. ഒന്നാം സാർ ഇല്ലയോ ഇവിടെ? നമസ്കാരം സാർ. എന്താ കരുണാകര,
ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ ഈ കപ്പ ഒന്നെടുത്ത് അകത്തോട്ട് വെച്ചാട്ടെ സാറേ. എൻ്റെ പറമ്പിലെയാ. ആ അത് മനസ്സിലായി. ഇങ്ങോട്ടിപ്പോഴിത് കൊണ്ടുവന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. മൂട് പറിച്ച് നോക്കുമ്പോൾ 1 or 2 കിഴങ്ങ കാണത്തുള്ളൂ. ചിലതിലൊന്നും കാണത്തില്ല. പറിച്ചേച്ച് മണ്ണിട്ടങ്ങ് മൂടി വച്ചേക്കുവാ. അതുകൊണ്ട് ഇന്ന് മുഴുവൻ അങ്ങ് പറിച്ചേക്കാമെന്ന് കരുതി സാറേ. കള്ളന്മാർ കൊണ്ടുവന്നതായിരിക്കും. കള്ളന്മാർ മാത്രമല്ല സാറേ, ചില അയൽക്കാരും പറിക്കുന്നുണ്ട്. ഇവിടത്തെ സ്ഥിതിയൊക്കെ എനിക്ക് അറിയാം സാറേ. ഈ കപ്പ ഇവിടെ ഇരുന്നോട്ടെ. എന്നാ ശരി സാറേ. പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് മീനാക്ഷി ഇതിലും ഭേദം. മരിച്ചോളാം, ഞാൻ മരിച്ചോളാം. ഈ കൊച്ചുകളെ പിന്നെ എന്തോ ചെയ്യും? ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഇതിനപ്പുറം ചെയ്തു പോകുന്നവരുണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ ചോറെടുത്തുണ്ട്. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരിക്കാം. ഇപ്പോഴിതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരു ആഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീഴുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിന് ഉത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞോളാം. പക്ഷേ എൻ്റെ ചോദ്യത്തിനും നിങ്ങളൊരു ഉത്തരം പറയണം. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അഭിമാനമാണ് പണയപ്പെടാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഒരു വണ്ടിക്കാളെ പോലെ ഭാരം ചുമന്ന് ക്ഷീണിച്ചു പോയ അച്ഛന് ആകെ ബാക്കിയുണ്ടായിരുന്നത് അഭിമാനം മാത്രമാണ്. അത് നഷ്ടപ്പെടാൻ പാടില്ല. ആദ്യം തോന്നിയത് അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ്. അമ്മ കാത്തിരിക്കുമോ എന്നോർത്താണ് പോകാതിരുന്നത്. പക്ഷേ കത്ത് മാനേജർക്ക് കൊടുക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. വീട്ടിൽ ചെന്ന് ഒരുപാട് കരഞ്ഞു അന്ന് രാത്രി. എന്നിട്ട് കത്ത് കൊടുത്തില്ലെന്ന കാര്യം അപ്പൂപ്പൻ അറിഞ്ഞില്ലേ? ഇല്ല മോളെ, അപ്പൂപ്പൻ അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാ? അന്ന് രാത്രിയാണ്
അന്ന് ആ കത്ത് വായിച്ചതിന് ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാത്തതിൻ്റെ കുറ്റബോധം മരിക്കുന്നവരെ എന്നെ വിട്ടു പോകില്ല മോളെ. വിശപ്പായിരുന്നു എല്ലാത്തിനും കാരണം. ദരിദ്രനായി മരിച്ച അച്ഛന് വായ്ക്കരയിടുമ്പോൾ ഞാൻ മനസ്സിലുറപ്പിച്ചു, ആരും പട്ടിണി കിടന്നു മരിക്കാത്ത ഒരു ലോകമുണ്ടാകണം. പഠിച്ചു വലുതായി സ്വന്തം കാലിൽ നിൽക്കാറായാൽ അതിനുവേണ്ടി പ്രവർത്തിക്കണം. കഴിക്കാൻ മറന്നുപോയ ഒരു നേരത്തെ ആഹാരമാണ് പലർക്കും വിശപ്പ്. എവിടെയോ വായിച്ചതാണ്, പക്ഷേ ഞങ്ങൾക്കങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ പരാജയപ്പെട്ടിടത്തു നിന്നാണ് ഞാൻ എൻ്റെ പോരാട്ടം തുടങ്ങിയത്. പഠിക്കാനൊക്കെ ഒരുപാട് പേർ സഹായിച്ചു, പ്രത്യേകിച്ചും അച്ഛൻ്റെ സ്റ്റുഡൻ്റായ മാത്യു സാർ. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതും അദ്ദേഹമാണ്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കാനൊന്നും പറ്റുമായിരുന്നില്ല. എൻ്റെ ആക്ടിവിറ്റീസൊക്കെ അദ്ദേഹത്തിനുള്ള ദക്ഷിണയാണ്. നിന്റെ അപ്പൂപ്പൻ ചെയ്ത നല്ല പ്രവൃത്തികളുടെ പുണ്യം അതുമാത്രമേ അച്ഛനുള്ളൂ. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് പറയാറില്ലേ? മേ ബി പുറത്തു വരാൻ സമയമായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു ഇമ്പൾസിൽ അച്ഛൻ ഇതൊക്കെ മോളോട് പറഞ്ഞു പോയത്. അപ്പോൾ ഈ കത്തിൻ്റെ കാര്യം അച്ഛൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലേ? ഒരിക്കൽ നിന്റെ അമ്മ ഈ കത്ത് കണ്ടു, അവൾക്കറിയാം. അവൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇപ്പോഴിത്? ഇത്രയും കാലമായിട്ടും നമുക്ക് രണ്ടാൾക്കും മാത്രം അറിയാവുന്ന കാര്യം. സാരമില്ല, അച്ഛൻ്റെ അഭിമാനം കഴിയുന്നത് പോലൊക്കെ ഇതുവരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും കാലമായില്ലേ, ഇനി വേണമെങ്കിൽ മോളത് പറഞ്ഞോട്ടെ. അത്യാവശ്യം സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറി അല്ലേ? വേണ്ട അച്ഛാ, എനിക്കിത് വിറ്റ ആളാകണ്ട. അച്ഛാ, I think I'm a better human being now.
ഫോണാ. ആരുടെ? ഷിബുന്റെ. എന്താ പറയണ്ട അച്ഛാ? നിനക്കിഷ്ടമുള്ളത് പറഞ്ഞു. ആ ഷിബു, ഒന്നും നടന്നില്ല കേട്ടോ. ഒരു രക്ഷയില്ല. അച്ഛനൊന്നും വിട്ട് പറയുന്നില്ല. പ്രമോദ് സാറിനോട് ഷിബു എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിക്കോ. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. താഴത്തീ ഭൂമിക്കു വിശപ്പുള്ളിലെരിഞ്ഞു, കണ്ടീല കനലിങ്ങാരും. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. എരിയുന്ന വയറ്റിൽ തീക്കനലല്ലാതില്ല, വേവാനിനി ഉടലല്ലാതില്ല. വെന്താലിങ്ങാറാനിവിടുയിരല്ലാതില്ല, വെന്താലിങ്ങാറാനിനി ഉയിരല്ലാതില്ല. മാനത്ത് പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. പൊള്ളും ചുടുകാറ്റത്തൂടെ സഹനക്കാനലിലൂടെ ഉടറും നീ ഒന്നിനി വീഴാനായി കണ്ണുകൾ നട്ടേ. കഴുകിന്നും വട്ടമിടുന്നല്ലോ, പശിയാറ്റാനായി കേഴും നീ അതിനിരയായി പോമോ. കഴുകിന്നും വട്ടമിടുന്നല്ലോ, പശിയാറ്റാനായി കേഴും നീ അതിനിരയായി പോമോ. മാനത്തു പൊതിച്ചോറൊരു മേഘം കവരുന്നു, കണ്ടീല കളവിങ്ങാരും. താഴത്തീ ഭൂമിക്കു വിശപ്പുള്ളിലെരിഞ്ഞു, കണ്ടീല കനലിങ്ങാരും.